എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിത്യ. നമ്മളിന്ന് കുറേ എപ്പിസോഡായി ന്യൂമറോളജിയെ പറ്റിയിട്ടൊന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ ഒരുപാട് പേര് അതിനെ പറ്റിയിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്, അതൊന്ന് അറിയണം, കുറച്ച് പേരുകളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമെന്ന്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ന്യൂമറോളജി തന്നെ ആക്കിയേക്കാം. അപ്പം സാറിനെ നമുക്ക് അതിന് സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം. ന്യൂമറോളജി കേൾക്കുമ്പോൾ എനിക്ക് പേടിയാ, കാരണം കുറച്ച് പണിയുള്ള ഒരു പരിപാടി. കുറച്ച് പണിയൊന്നല്ല, എനിക്കതിൽ സന്തോഷമാണ്. ഞാൻ ഈ പണി അവരുടെ ന്യൂമറോളജി ഞാൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒത്തിരി കോൾസ് ഞാൻ അവോയ്ഡ് ചെയ്ത് വിടാറ്. കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഒരു കാശ് ബേസിലല്ല ഞാൻ നോക്കുന്നത്. എനിക്ക് പക്ഷേ വാസ്തു പോലും, ഞാനൊരു ദൂരം യാത്ര ചെയ്യുന്ന ട്രാൻസ്പോർട്ട് പോലും ചില ഭാഗങ്ങളിൽ കുറവാണ്. എനിക്ക് എത്രയും ദൂരം വണ്ടി ഓടിച്ച് പോയി, അപ്പോൾ അതുപോലെ അത് കുഴപ്പമില്ല, അതൊക്കെ എത്തി നമ്മുടെ തൊഴിലിൻ്റെ ഭാഗമാണ്. പക്ഷേ ന്യൂമറോളജി അങ്ങനെയല്ല. ന്യൂമറോളജിക്ക് ഇവരൊരു പേരിന് വേണ്ടി എന്നോട് ഇവരുടെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഡീറ്റെയിൽ എനിക്ക് തരുന്നു. ഞാൻ അതിന് പ്രകാരം ന്യൂമറോളജി പ്രകാരം അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിന് അനുയോജ്യമായ പേരെല്ലാം നിങ്ങളുടേത് എന്ന് 1 മണിക്കൂറോളം സംസാരിക്കും. കുറച്ച് ഇതിനെക്കുറിച്ച് എൻ്റെ ആധികാരികത എല്ലാം പറഞ്ഞതിന് ശേഷവും രണ്ടാമത് ഞാൻ കൊടുക്കുന്ന പേര് സാറേ അത് വേണ്ട. അപ്പോൾ ഞാൻ എല്ലാവരും പറയുന്നുണ്ട്, ഞാൻ വെറും ന്യൂമറോളജി മാത്രമല്ല, ന്യൂമറോളജി, ആസ്ട്രോന്യൂമർ, ഹീബ്രു, ഈ 3 സെക്ഷനാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. വെറും ന്യൂമറോളജി മാത്രമല്ല, മനസ്സിലായി? അതുകൊണ്ട് ഇത്രയും പവർഫുൾ ആയിട്ട് തോന്നും. അപ്പോൾ അത്രയും സമയമെടുത്ത് നമ്മളൊരു പേര് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ ന്യൂമറോളജി പ്രകാരം ഒരു പുതിയ പേര് കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഗസറ്റിൽ മറ്റെവിടെയും നിങ്ങളുടെ ലീഗലി നിങ്ങളുടെ പേര് ചേഞ്ച് ചെയ്യരുത്. അതിൻ്റെ ആവശ്യമില്ല. കാരണം പുസ്തകങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന എഴുത്തുകളല്ല സാക്ഷാൽ ന്യൂമറോളജി. പുസ്തകങ്ങൾക്കുള്ളിൽ എന്തും നിങ്ങളുടെ പേര്, ഇപ്പോൾ ആസ്ട്രൽ തങ്കച്ചൻ, അതൊരു പുസ്തകത്തിനുള്ളിൽ ഒളിഞ്ഞിരുന്നാൽ മാത്രം പോരാ, അത് പ്രയോഗിക്കപ്പെടുക. ഇപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു ഉദ്ദേശം, ഒരു വ്യക്തിയുടെ പേര് ഇപ്പോൾ നോക്കിയപ്പം നിങ്ങളൊരു ഉദാഹരണം ഒരു പേര് പറയൂ. ഉണ്ണികൃഷ്ണൻ ഉദാഹരണം. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ വരുന്നത് ഒരു നല്ല ഫൈൻ നമ്പറിലാണ്, 41 എന്നുള്ള ഏറ്റവും മനോഹരമായ നമ്പറിലാണ് ഉണ്ണികൃഷ്ണൻ വരുന്നത്. പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ നമ്മൾ സാധാരണ എന്താ വിളിക്കുക? വിളിപ്പേര് ഉണ്ണിയെന്ന് വിളിക്കും. വിളിപ്പേര് ഉണ്ണി 17 8. അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 8 ആണെങ്കിൽ ഈ ഉണ്ണി എന്നുള്ള വിളി അദ്ദേഹത്തിന് ഒരുപാട് പ്രഹരിക്കും. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ നമ്മുടെ ജനന ദിവസത്തിന് അനുയോജ്യമായ ഒരു പേര്, ആ പേര് ഞാനത് ഒരു പേര് നിർണ്ണയിച്ച് കൊടുക്കുമ്പോൾ, പ്രാക്ടീസ് നെയിം നിർണ്ണയിച്ച് കൊടുക്കുമ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേര് കൊള്ളില്ല, എനിക്കിത് പറ്റില്ല, എനിക്ക് വേറെ പേര് വേണം. ഞാൻ പറഞ്ഞു, ഈ പേര് നിങ്ങൾ ഗസറ്റിലൊന്നും മാറ്റരുത്. ഒരിക്കലും ഞാൻ ആരോട് ഇന്ന് വരെ എൻ്റെ എക്സ്പീരിയൻസിൽ ഇത്രയും വർഷമായിട്ട് ഈ ന്യൂമറോളജി വാസ്തു പ്രാക്ടീസ് ചെയ്യുന്നു, ഒരാളുടെ പേര് പോലും ഗസറ്റിൽ മാറ്റാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ചുരുക്കം കുറച്ച് കൊച്ചുകുട്ടികൾ ജനന ദിവസവുമായി ബന്ധപ്പെട്ട് ബർത്ത് സമയങ്ങളിൽ കൊടുക്കുന്ന ഒരു ഗസറ്റ് ഡയറക്റ്റ് പോയി അപ്ലൈ ചെയ്യുന്നതാണ്. ഞാൻ എപ്പോഴും നോക്കുന്നത്, ഒരു മനുഷ്യൻ്റെ ജനന ദിവസം, അവൻ്റെ ലൈഫ് പാത്ത്, ഇത് രണ്ടിനും മാച്ചാവുന്ന ഒരു ശബ്ദമായിരിക്കണം മുകളിൽ, ഒരു ട്രയാങ്കിൾ സെറ്റിംഗ് ആയത്. മനസ്സിലായി? അപ്പം ഈ രീതികൾ നമ്മൾ നോക്കുമ്പോൾ ജനവശ്യമാകുന്ന ഒത്തിരി നമ്പേഴ്സ് ഉണ്ട്. 24 വളരെ അധികം ട്രിഗറിങ് നമ്പറാണ്. പക്ഷെ അത് 3 ജനിച്ച ആൾക്കാർക്ക് പറ്റില്ല. 3-ാം തീയതിയോ 12-ാം തീയതിയോ 21-ാം തീയതിയോ 30-ാം തീയതിയോ ജനിച്ച ആൾക്കാർക്ക് അതിമനോഹരമായ 24 എന്നുള്ള കുബേരൻ്റെ നമ്പർ പോലും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം 3, 6 സിങ്ക് ആവില്ല. അപ്പോൾ നമ്മൾ 2-ാം തീയതി ജനിച്ചു, 27 എന്നുള്ളത് നല്ലൊരു നമ്പറാണ്. 2-ാം തീയതി ജനിച്ചൊരു വ്യക്തിക്ക് 27 പേര് വെക്കുമ്പോൾ ഒരിക്കലും ബെറ്ററാ, ശരിയാവില്ല. 27 ഭാഗ്യകരമായ നമ്പറാണ്, 24 ഭാഗ്യകരമായ നമ്പറാണ്, 33 ഭാഗ്യകരമാനാണ്. 33 സാക്ഷാൽ കുബേരൻ്റെ ഡയറക്റ്റ് നമ്പറാണ്. 33ന്റെ പ്രഡിക്ഷൻ തന്നെ, താൻ അറിന്തോ അറിയാമളോ പരാശക്തിൻ കടാക്ഷത്തുക്ക് പാത്രമാവാർ. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പരാശക്തി ആരാ? അമ്മ, മായ, മഹാമായ. അപ്പോൾ ഒരു പ്രകൃതി അത് സ്ത്രീയാണ്, ഭൂമി അത് സ്ത്രീയാണ്. അപ്പോൾ 33 അഭ്യസിക്കുന്നവർക്ക്, 33 വളരെ കൃത്യമായി പരിശോധിച്ച് അത് പേരിനുള്ളിലാക്കുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ അറിവോടെയോ ഇല്ലയോ ഇല്ലാതെയോ ഒരു പ്രകൃതിദത്തമായ ഒരു കാപ്പാറ്റൽ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു ട്രിഗറിങ് നമ്പറാണ് 30, ഒരു കുബേര സാന്നിധ്യമുള്ള നമ്പറാണ്. അതായത് 6-ൽ വരുന്ന ഏത് പേരും, സിനം കൊണ്ട സിംഗം പോൽ അങ്കുമെങ്കും മുലാവിക്കൊണ്ടിരുപ്പാർ. ഒരു സിംഗത്തിനെ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന പോലെ അലക്കിയ തുണി തിരിച്ച് അലക്കാൻ തോന്നും, അത്രയും വേഗം മനസ്സെന്ന് വരും. ഇപ്പോൾ ചില സുഖമില്ലാത്ത ഒരു മന്ദത പോലത്തെ ചില പേഷ്യൻസ് പോലത്തെ കുട്ടികളുണ്ടല്ലോ, അവരിൽ ഞാൻ 6 എന്നുള്ള പേര് 3 ജനനതീയതി അല്ലെങ്കിൽ 6 ഞാൻ പരീക്ഷിക്കാറുണ്ട്. മെല്ലെ മെല്ലെ ഒരു ഫാസ്റ്റ് ആവും. ഒരു ആക്ടിവേഷൻ നമ്പർ, അതുപോലെ തന്നെ 6 സെക്കൻഡ് ലെറ്റർ വരുമ്പോൾ ട്രിഗറിങ് നമ്പറായിട്ട് വരും. അതിനെ റൺ ചെയ്ത് കൊടുക്കും. ഇംഗ്ലീഷിൽ 20 അക്ഷരങ്ങളുണ്ട്, അതിൽ 13 അക്ഷരവും എക്സ്ട്രാ ഫോഴ്സുള്ള അക്ഷരങ്ങളാണ്. അപ്പോൾ ബാക്കി 13 ഫോഴ്സ് ഇല്ലെന്നല്ല, ഈ എക്സ്ട്രാ ഫോഴ്സുള്ള അക്ഷരങ്ങൾ, ഉദാഹരണം T 400 മടങ്ങ് വേഗതയാണ്.
O 70 മടങ്ങ് വേഗതയാണ്. J 10 മടങ്ങ് വേഗതയാണ്. S 30 മടങ്ങ് വേഗതയാണ്. Z 70 മടങ്ങ്. ഇങ്ങനെ ഈ അക്ഷരങ്ങളിൽ തന്നെ ഫോഴ്സ് ഉള്ള അക്ഷരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ന്യൂമറോളജി സൈഡ് ഇതിനെ ഹീബ്രു ബേസിൽ നോക്കണം. ഹീബ്രു ബേസിൽ നോക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കോച്ചാര രീതികളുണ്ടല്ലോ ജാതകത്തിൽ. ജനന ജാതകവും ഇപ്പം നടക്കുന്ന കാലവും കോച്ചാരം. ഈ കോച്ചാര രീതികളിൽ കൃത്യമായി ഒന്നും ഒരു ഗ്രഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളും വലിയ രീതിയിൽ താക്കം വരാതിരിക്കാനാണ് നമ്മൾ ഹീബ്രു ബേസ് നോക്കുന്നത്. അതൊരു പിരമിഡ് സ്റ്റൈലാണത്. ഓഫ്കോഴ്സ് മൂന്നാമത് ആസ്ട്രോ. അപ്പോൾ നമ്മളൊരു പേര് തിരഞ്ഞെടുക്കുന്നു. ഉദാഹരണം നമ്മൾ എടുക്കുന്ന പേര് 27 വയ്ക്കാം. 27 9 ചൊവ്വ കർക്കിടകത്തിലാണെങ്കിൽ 27 നമ്പർ പേര് നമ്മൾ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. മകരത്തിൽ ചൊവ്വ നീചം, കർക്കിടകത്തിൽ ഉച്ചം. ഉദാഹരണം 5 എന്നുള്ള പേരാണ് നമ്മൾ വെക്കുന്നത്. 5 ബുധൻ കന്നിയിൽ ഉച്ചം, മീനത്തിൽ നീചം. അപ്പം 5 എന്നുള്ള പേര് ഭാഗ്യകരമായ നമ്പറാണ്, സർവവശ്യമാർന്ന നമ്പറാണ് 5. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ജന്മജാതകത്തിൽ 5 എന്നുള്ള ബുധൻ മീനത്തിലാണെങ്കിൽ 5 കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവിടെ നമുക്ക് തടസ്സപ്പെടും. മനസ്സിലാവുന്നത്? അപ്പം ഇതേപോലെ ഉച്ചനീച്ചങ്ങൾ നോക്കിയാൽ അതുപോലെ തന്നെ നമ്മൾ ശുക്രൻ 6 ഭയങ്കര ട്രിഗറിങ് നമ്പറാണ്. കുബേര സാന്നിധ്യമുള്ള സാക്ഷാൽ 33 നമ്പർ നമ്മൾ ഉപയോഗിച്ചാൽ പോലും അദ്ദേഹത്തിൻ്റെ ജന്മജാതകത്തിൽ ശുക്രൻ കന്നിയിലാണെന്നുണ്ടെങ്കിൽ ആ പേരുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ഒരു പേരിനെ ഇത്തരം രീതികളിലെല്ലാം പരിശോധിച്ചും പരിശീലിച്ചും ആ വ്യക്തിക്ക് നമ്മൾ കൊടുക്കുകയാണ് ഈ പേര് ഉപയോഗിക്കൂ. ഇതെങ്ങനെ ഉപയോഗിക്കുക? കുറച്ച് ദിവസത്തേക്ക് നെയിം പ്രാക്ടീസ് ചെയ്ത് വരിക. മന്ത്രശബ്ദത്തിൽ ഉരുവിട്ട് അതൊരു പേപ്പറിൽ തുടരെ എഴുതി അത് മറ്റുള്ളവരോട് ആ പേര് പറയുക, നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുക. ഇപ്പോൾ ഗൂഗിൾ പേ വളരെ എളുപ്പമാണ്. നമ്മൾ ആർക്കെങ്കിലും ₹1 അയച്ചു കൊടുത്താൽ അവർ നമ്മുടെ പേരാണെന്നാലും വിശ്വസിക്കുള്ളൂ. തോട്ട് എനർജിയാണ്. കുറച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഇതൊരു തോട്ട് എനർജി. നമ്മുടെ ഈ ഫ്രീക്വൻസി ആണെന്ന് മറ്റുള്ളവർ വിചാരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഫ്രീക്വൻസി ഉൾക്കൊണ്ട് കഴിഞ്ഞു. ഞാനൊരു പെർഫ്യൂം, ഇപ്പം സ്ട്രോബെറിയുടെ ഒരു പെർഫ്യൂം നിങ്ങളിൽ അടിക്കുമ്പോൾ തന്നെ ആ പെർഫ്യൂം നിങ്ങൾ ആ പെർഫ്യൂമിൻ്റെ വാസന നിങ്ങളിൽ എത്തിക്കഴിഞ്ഞു. അതേപോലെ ആ ഫ്രീക്വൻസി നമ്മൾ ഏറ്റുവാങ്ങുമ്പോൾ തന്നെ ആ ഫ്രീക്വൻസിയുടെ സാരാംശങ്ങൾ നമുക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ 10 പേര് 100 പേര് 1000 പേര് നമ്മുടെ പേര് അതാണെന്ന് മനസ്സിൽ വിചാരിക്കുമ്പോഴേ അതിൻ്റെ ഫ്രീക്വൻസി നമ്മളിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ വാസ്തുവും ന്യൂമറോളജിയും മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യോഗ നിങ്ങൾ ചെയ്യുന്നു, 1-2 മാസം നിങ്ങൾക്ക് യോഗ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഏതും പക്ഷേ വാസ്തു ന്യൂമറോളജി ഓൺ ടൈം. ഒരു വട്ടം നിങ്ങൾ ഉത്തരായണത്തിനും ദക്ഷിണായണത്തിനും അനുയോജ്യമായ ഉച്ചനീച്ച ഭാഗങ്ങൾ ചേർന്ന് നിങ്ങളൊരു വീട് കെട്ടുകയാണെങ്കിൽ അത് ഏത് ആയണത്തിലും ആ വീട് കൃത്യമായി ബാലൻസ് ചെയ്തോളും. ഒരൊറ്റ സിംഗിൾ ടച്ച്. അതേപോലെ തന്നെയാണ് ഭാഗ്യകരമായ വശ്യമാർന്ന കൂടുതൽ ഡേറ്റ് ഓഫ് ബർത്തിന് അനുയോജ്യമായ ഒരു ഫ്രീക്വൻസി തിരഞ്ഞെടുത്ത് അതിനെ പേരിനുള്ളിൽ ഒളിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെ ഒളിപ്പിക്കുക? ഉദാഹരണം കണ്ണൻ, അത് 19 എന്നുള്ള ഫ്രീക്വൻസി കണ്ണനുള്ളിൽ ഒളിപ്പിച്ചു കഴിഞ്ഞു. ഈ കണ്ണനെ വാരി വിതറുക എല്ലായിടത്തും. അപ്പോൾ മറ്റുള്ളവരുടെ വിചാരങ്ങളിലും ശബ്ദത്തിലും ഈ 19 എന്നുള്ള ഫ്രീക്വൻസി നിങ്ങളിൽ വർഷിച്ചുകൊണ്ടിരിക്കും. വിചാരങ്ങളിലും വർഷിക്കും, ഡയറക്റ്റ് ശബ്ദത്തിലും വർഷിക്കും. ഇങ്ങനെയൊക്കെയാണ് ന്യൂമറോളജി വർക്കാവുന്നത്. ഇഞ്ച് വടി നോക്കിയല്ല ന്യൂമറോളജി പറയേണ്ടത്. പലതരം ബുക്സും ഉണ്ട്. ഇഞ്ച് വടി പോലെ കുറച്ച് ബുക്സിൽ എഴുതിയിരിക്കുന്ന എയ്ക്കിത് ബിക്കിത് സിക്കിത് എന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമല്ല. ഇതിന് ഒരുപാട് കാര്യം. ഒരു തൊഴിലാണെങ്കിൽ അതിൻ്റെ തൊഴിലിന് ഒത്തിരി അധികാരത്തിലുണ്ട്. അപ്പോൾ ഇതെല്ലാ രീതികളിലുമാണ് നമ്മൾ ഈ പേരുകൾ പരിശോധിക്കുന്നത്. എത്രത്തോളം ഭാഗ്യകരമായ പേരുണ്ടായിട്ട് പോലും പിന്നെ അക്ഷരത്തിൻ്റെ ഇരട്ടിപ്പ് ഒരിക്കലും തെറ്റില്ല, പാടാം. മനസ്സിലല്ലേ? ഇപ്പോൾ യവനിക ഒരു പേര്, ഇനി ഒരു കെ കൂട്ടിയിട്ട് എന്ത് ശബ്ദം? യവനിക്ക എന്നാണ് വിളിക്കുന്നത്, യവനിക എന്നല്ലേ വിളിക്കുന്നത്. അപ്പോൾ ആ കെ കൂട്ടിയിട്ട് എന്ത് കിട്ടാനാണ് നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞില്ല, പുസ്തകങ്ങൾക്കുള്ളിലോ ബുക്കുകൾക്കുള്ളിലോ ഒളിഞ്ഞിരിക്കുന്ന അക്ഷരങ്ങൾ നിങ്ങളെ ഒന്നും ചുക്കും ചെയ്യത്തില്ല. നിങ്ങൾ ഓപ്പോസിറ്റ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ കണ്ണൻ തന്നെയാണ്. കനൻ ഒരു എന്നു മതി, കണ്ണൻ 2 എന്നുണ്ട്. ഈ 2 ശബ്ദവും 2ആയിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. യവനികയ്ക്കോ ഒരു കെ കൂടുതലിട്ട് എന്ത് കിട്ടാനാ? നിശയ്ക്ക് ഒരു ഐ കൂടുതലിട്ട് എന്ത് ചെയ്യാനാ? ഐ ഇട്ടിട്ട് എന്ത് ചെയ്യാനാ? ഒന്നുമില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ ഒത്തിരി എല്ലാവരോടും സംസാരിക്കും, എല്ലാ കോൾസും എടുക്കും, തിരിച്ച് അങ്ങോട്ടും വിളിക്കും. 1-2 ഫോൺസ് ചിലപ്പോൾ വിട്ടു പോകാറുണ്ട്. അതിന് അവർക്ക് 2ാമത് വിളിക്കാമല്ലോ. അപ്പോൾ അവരോടെല്ലാം ഞാൻ സംസാരിച്ചിട്ട് പേര് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല. അവർ നിങ്ങളിത് പുറത്ത് കുറച്ച് ദിവസം എഴുതി പ്രാക്ടീസ് ചെയ്ത് വരാൻ പറഞ്ഞാൽ ആ റിസ്ക് പോലും അവരെടുക്കാൻ തയ്യാറല്ല. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇതൊരു കർമ്മയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. വിധിപൂർവ്വം മാത്രമേ ഇത് എടുക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, 63 പേര് ഒരു കുഞ്ഞിന് ഞാൻ നോക്കി. ഒരു കുഞ്ഞിന് 63 പേര് നോക്കി. 63 പേര് ഞാൻ നോക്കിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്ലൈൻ്റ് ആ കുഞ്ഞായതുകൊണ്ട്, ആ കുഞ്ഞ് ന്യൂ ബോൺ ബേബിയാണ്, അതിനോട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ ആ കുഞ്ഞിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിന് അനുയോജ്യമായ 63 പേര് ഞാൻ എടുത്തിട്ടും അവർക്ക് തൃപ്തിയല്ലായിരുന്നു. എനിക്കിതാണോ പണി?
കാരണം അത് അവരുടെ മാത്രമാണെങ്കിൽ ഒരു 5-6 പേരിൽ ഞാൻ നിർത്തിയാണ്. പക്ഷേ എൻ്റെ ക്ലൈൻ്റ് ആ കുഞ്ഞായിരുന്നു, ജനിച്ചു വീഴുന്ന ആ മനോഹരമായ കുഞ്ഞായിരുന്നു. ആ കുഞ്ഞിന് വേണ്ടി എത്രത്തോളം അധ്വാനിക്കാൻ പറ്റും അത്രത്തോളം അധ്വാനിക്കാൻ പറഞ്ഞാൽ അവരടുത്ത് ഫൈറ്റ് ചെയ്ത് അവസാനം കൂട്ടി നോക്കിയപ്പോൾ 63 പേരാണ്. എന്നിട്ട് എൻ്റെ സ്വരം ഒരു അല്പം കടുപ്പിച്ചപ്പോഴാണ് പിന്നെ ഇത് മതിയെന്ന് അവർ സ്വീകരിച്ചത്. ആരൊന്നും വെളിപ്പെടുത്തുന്നില്ല, അങ്ങനെയാണ് എല്ലാവരും വെളിപ്പെടുത്തിയിട്ട് മനസ്സിലെ. അപ്പോൾ ഇതെല്ലാം ഈ തൊഴിലിൽ ചെറിയ ചെറിയ വേദനകൾ തരുന്ന ഇതാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരിക്കലും ഒരു മണി മൈൻഡഡ് അല്ല. അപ്പോൾ അത് തന്നെയാണ് എല്ലാവർക്കും അറിയാം. പിന്നെ എൻ്റെ ആവശ്യത്തിന് എനിക്ക് കാശ് യാത്ര ചെയ്യാനുള്ള കാശ് അതിന് ഫീസായിട്ട് ഞാൻ മേടിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ പോകുമ്പോൾ ആ കുടുംബത്തിലൊരാളായിട്ടാണ് നമ്മൾ കയറി പോകുന്നത്. അവർക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങൾ ഇതല്ല. പക്ഷേ നിർഭാഗ്യവശാൽ അവർ കേൾക്കില്ല. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് കർമ്മയുമായി കണക്ട് ചെയ്ത് നോക്കുമ്പോൾ സമയമായിട്ടില്ല. അപ്പം ന്യൂമറോളജി നിത്യ ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് ഞാൻ സ്ലോ ചെയ്ത് ഒത്തിരി കോൾസ് എനിക്കും വരുന്നുണ്ട്, നിത്യക്ക് മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ ഇത്തരം കാരണങ്ങളാണ്. കാരണം ഇവർ തരുന്ന ഒരു ഫീഡ്ബാക്കിൽ എനിക്ക് ഇതല്ല. അതുകൊണ്ട് ഞാൻ വെച്ചത് ഒത്തിരി ന്യൂമറോളജിസ്റ്റ് ഉണ്ടല്ലോ, നിങ്ങൾ എല്ലാവരോടും പോയിക്കോളൂ. ഒത്തിരി ആൾക്കാരുണ്ടെന്നേ, എവിടെയെങ്കിലും പോയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് വെച്ചോളൂ. 3, 4, എസ്സോ അയ്യോ എമ്മോ ഒക്കെ കൂട്ടിക്കോളൂ, ഒരു കുഴപ്പമില്ല. എന്നിൽ ന്യൂമറോളജി പ്രതീക്ഷിച്ച് വരുന്നവർക്ക് അത് എൻ്റെ ഉത്തരവാദിത്തമായിട്ട് തന്നെയാണ് ഞാൻ സങ്കല്പിക്കുന്നത്. അതിനെനിക്ക് സമയം തരിക. ആ സമയം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ കാലമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ന്യൂമറോളജിയിൽ സക്സസ് നെയിം ഞാൻ തരും. അതുപോലെ തന്നെയാണ് ബിസിനസ് നെയിം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബിസിനസ് നെയിം ഒരുപാട് നല്ല സ്ഥാപനങ്ങൾ വാസ്തു ബിസിനസ് നെയിമിൻ്റെ പോരായ്മ കൊണ്ട് വർഷങ്ങളായിട്ടുള്ള അയാളുടെ എക്സ്പീരിയൻസ് നിശ്ചലമായി നിൽക്കുകയാണ് ആ തൊഴിലിൽ. വ്യക്തി നല്ല എക്സ്പീരിയൻസ് വ്യക്തിയാണ്, ഒരുപാട് കാലങ്ങളായിട്ട് ഈ തൊഴിലിൽ പൊരുതി ജയിച്ചു വന്നൊരു വ്യക്തിയാണ്. പക്ഷേ അയാൾ സ്വന്തമായ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ നശിക്കുന്നു. അതിൻ്റെ അർത്ഥം പണി അറിയില്ല എന്നാണോ? എക്സ്പീരിയൻസ് വ്യക്തിയാണ്, കാലങ്ങളായിട്ട് എക്സ്പീരിയൻസ് വ്യക്തി. എന്തുകൊണ്ട് അയാൾ തോൽക്കുന്നു? ഇവിടെ ഏത് നിരീശ്വരവാദിക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും? പക്ഷെ ഒരു ടെക്നീഷ്യനായി എനിക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഇതൊന്നും ഇല്ല, വെറുതെ ചുമ്മായാണെന്നൊക്കെ പറയുന്നില്ലേ? വർഷങ്ങളോട് 20-30 വർഷത്തോളം ഏതെങ്കിലും ഒരു തൊഴിൽ പരിചയസമ്പന്നനായ ഒരു വ്യക്തി അതേ തൊഴിലുമായി അദ്ദേഹം സ്വന്തം ഒരു സ്ഥാപനം നടത്തുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ പോലും സ്വന്തം സ്ഥാപനം നടത്തുമ്പോൾ എന്തുകൊണ്ട് അയാൾ ഫെയിലാവുന്നു? ഏത് നിരീശ്വരവാദിക്ക് ഇദ്ദേഹത്തിന് തോളൊന്ന് തട്ടി സഹായിക്കാൻ പറ്റും? പക്ഷെ എനിക്ക് പറ്റും, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് പറ്റും. പക്ഷെ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക ടെക്നീഷ്യനെ, അവിടെയാണ് ടാസ്ക്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ വളരെ സങ്കടത്തോട് ഞാൻ ലാസ്റ്റ് ഇപ്പം നെക്സ്റ്റ് മന്ത് യുഎയിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് യുഎയിലോട്ട് പോകുമ്പോഴും അവിടെയും കണ്ട സത്യങ്ങളിതാണ്. വളരെ ഈസിയാണ്, എല്ലാം സ്ക്വയറാണ് അവിടെ, മാക്സിമം സ്ക്വയറാണ്. പിന്നെ നമ്മളെ പുറത്തെ മരവും കാര്യങ്ങളൊക്കെ വലുതായിട്ടൊന്നും ഇല്ല, നല്ല വെന്റിലേഷനൊക്കെയാണ്. പക്ഷേ അവിടെയും വാസ്തു ബിസിനസ്സിനെയും വളരെ, കാരണം അവിടെ ഇന്ന പേര് വെക്കാവൂ എന്നുള്ള നിയമമുണ്ട്. ഒരു പ്രത്യേക രീതികളിൽ അവിടെ പേര് വെക്കാൻ പറ്റുള്ളൂ, ലൈസൻസിന് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ യാത്ര ചെയ്യുമ്പോഴൊക്കെ പല കടകളും ഞാൻ കാണാറുണ്ട്. എൻ്റെ കണ്ണ് എപ്പോഴും ഇതാണല്ലോ, കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിലെ പോലെ. നമ്മളെപ്പോഴും വീടുകളെയും കടകളൊക്കെ നോക്കി വായിക്കും. അപ്പം അതിലെനിക്ക് വരുന്നത് എല്ലാം ഇവർക്ക് ന്യൂമറോളജിയുടെയും വാസ്തുവിലൂടെയും ഒരു 50% അബോവ് ഇവർക്ക് ഒരു താങ്ങായി ഈ ശാസ്ത്രം ഉപയോഗിക്കാം. പക്ഷേ അവരുടെ കണ്ണ് മറയ്ക്കുന്നത് കാലമാകാത്തത് കൊണ്ടാണ്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തത് ന്യൂമറോളജിയാണ്. ഒരുപാട് പേർക്ക് ഇതുപോലെ പേരിൻ്റെ കാര്യങ്ങൾക്കാണെങ്കിലും പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും. ഇതുപോലുള്ള വീഡിയോകൾ, വാസ്തു മാത്രമല്ല ന്യൂമറോളജി വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. അപ്പോൾ മറ്റൊരു മനോഹര വീഡിയോയുമായി വീണ്ടും കാണാം.